Dear students, welcome to Learner's World. In this video, I'm going to talk about a brief introduction to film theories, fundamentals of film studies, FIUGP, semester 5, BA English Language and Literature, Calicut University. A brief introduction to film theories. ഫിലിം തിയറീസിനെ കുറിച്ചിട്ട് ചെറിയൊരു ആമുഖമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്ന പ്രധാന തിയറികളെന്ന് പറയുന്നത് മൊണ്ടേജ് തിയറി, അതുപോലെ തന്നെ ഓട്ടർ തിയറി, അപ്പാരറ്റസ് തിയറി, മെയിൽ ഗേസ് ഫിലിം, സിമോട്ടിക്സ്. അപ്പോൾ ഇത്രയും തിയറീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് മൊണ്ടേജ് തിയറി നോക്കാം. മൊണ്ടേജ് തിയറി എക്സ്പ്ലെയിൻസ് ദ meaning of a film is created by editing different shots together. മൊണ്ടാജ് തിയറി പ്രകാരം വ്യത്യസ്ത ഷോട്ടുകൾ ഒന്നിച്ച് ചേർക്കുമ്പോഴാണ് സിനിമയുടെ യഥാർത്ഥ അർത്ഥം രൂപപ്പെടുന്നത് എന്നുള്ളതാണ് മൊണ്ടാജ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് പലതരത്തിലുള്ള ഷോട്ടുകളെടുത്ത് അത് ഒന്നിച്ച് ചേർക്കുന്ന സമയത്താണ് ആ സിനിമയ്ക്കൊരു മീനിങ് ഉണ്ടാകുന്നത് എന്നാണ് മൊണ്ടാജ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എ സിംഗിൾ ഷോട്ട് ഹാസ് വൺ മീനിങ്, ബട്ട് വെൻ ടു ഓർ മോർ ഷോട്ട്സ് ആർ ജോയിൻ ദേ ക്രിയേറ്റ് എ ന്യൂ ഐഡിയ ഓർ ഇമോഷൻ. അതായത് ഒരു സിംഗിൾ ഷോട്ട്, ആ ഒരു ഷോട്ടിനൊരു മീനിങ് ഉണ്ട്, ഒരു അർത്ഥം ഉണ്ടെങ്കിലും അത് മറ്റൊരു ഷോട്ടിനൊപ്പം ചേർന്നാൽ പുതിയൊരു ആശയമോ അല്ലെങ്കിൽ ഒരു ഇമോഷനോ ഒക്കെ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ഷോട്ടുകൾ ഇങ്ങനെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ ഒരു സിനിമയ്ക്കൊരു അർത്ഥം ഉണ്ടാകുന്നത്. ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ദ സോവിയറ്റ് ഫിലിം മേക്കർ സെർജയ് ഐസൻസ്റ്റൈൻ. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം, മൊണ്ടാജ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തിയറി സോവിയറ്റ് സംവിധായകനായിട്ടുള്ള സെർഗയ് ഐസൻസ്റ്റൈനാണ് വികസിപ്പിച്ചത്. He believed that editing is the most important part of filmmaking because it helps tell the story and create strong emotions. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സിനിമയിലെ എഡിറ്റിംഗ് ആണ് ഏറ്റവും പ്രധാന ഘടകം എന്നുള്ളതായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഷോയിങ് എ ഹംഗ്രി ചൈൽഡ് ആൻഡ് ദെൻ ഷോയിങ് ഫുഡ് മേക്സ് ദ ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ചൈൽഡ് വാണ്ട്സ് ടു ഈറ്റ്. അതിന് അദ്ദേഹം ഇതിലൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഒരു വിശന്നിരിക്കുന്ന ഒരു കുട്ടിയുടെ ദൃശ്യം കാണിച്ച ശേഷം ഭക്ഷണത്തിൻ്റെ ദൃശ്യം കാണിച്ചാൽ കുട്ടിക്ക് ഭക്ഷണം വേണമെന്ന ആശയം ഓഡിയൻസിന് മനസ്സിലാകും. ഇത് മൊണ്ടാജ് തിയറിക്കുള്ളൊരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഓട്ടർ തിയറി. Auteur theory says that the director is the main creative person behind a film. ഓട്ടർ തിയറിയിൽ പറയുന്നത് ഡിറക്ടർ, അതായത് ഒരു സിനിമയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു സൃഷ്ടിപരമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് ഡിറക്ടറാണ്, സംവിധായകനാണ് എല്ലാം എന്നുള്ള ഒരു സിദ്ധാന്തമാണ് ഓട്ടർ തിയറി എന്ന് പറയുന്നത്. ദ വേർഡ് ഓട്ടർ മീൻസ് ഓതർ ഇൻ ദ ഫ്രഞ്ച്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം, ഇതൊരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ അർത്ഥം ഓതർ, രചയിതാവ് എന്നുള്ളതാണ്, എഴുത്തുകാരൻ എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, എ ഡയറക്ടർ ഗിവ്സ് എവറി ഫിലിം എ യൂണിക് പേഴ്സണൽ സ്റ്റൈൽ. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം അനുസരിച്ച് ഓരോ സംവിധായകനും തൻ്റെ സിനിമകളിൽ വ്യക്തിപരമായ ശൈലിയും ആശയങ്ങളും അവതരിപ്പിക്കുന്നു. The director's ideas, storytelling, camera work and themes can be seen in all of their films. അതായത് ഒരു സിനിമയുടെ എല്ലാം ഒരു സൃഷ്ടിപരമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് സംവിധായകനാണ് എന്നുള്ളൊരാശയമാണ് ഇതിൽ പറയുന്നത്. അതായത് കഥ പറയുന്ന രീതി, ക്യാമറയുടെ ഉപയോഗം, ദൃശ്യശൈലി, തീം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സംവിധായകൻ്റെ വ്യക്തിമുദ്ര നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കാണാൻ കഴിയും എന്നുള്ള ഒരു ആശയമാണ് പറയുന്നത്. Directors like Alfred Hitchcock, Akira Kurosawa and Satyajit Ray are known as auteurs because their films have a clear personal style. അതുപോലെ ഇങ്ങനെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്, അക്കിറ കുറോസാവ, സത്യജിത് റായ് തുടങ്ങിയിട്ടുള്ള പ്രശസ്ത ഓട്ടർ സംവിധായകരാണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് അപ്പാരറ്റസ് തിയറി. Apparatus theory studies how cinema influences the audience.
അപ്പാരറ്റസ് തിയറി എന്ന് പറയുന്നത് സിനിമ പ്രേക്ഷകരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു തിയറിയാണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ ക്യാമറ, എഡിറ്റേഴ്സ്, സ്ക്രീൻ, പ്രൊജക്ടർ ആൻഡ് ഈവൻ ദ ഡാർക്ക് സിനിമ ഹാൾ അഫക്റ്റ് ദ വേ പീപ്പിൾ വാച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഫിലിംസ്. അതായത് ക്യാമറ, എഡിറ്റിംഗ്, സ്ക്രീൻ, പ്രൊജക്ടർ, അതുപോലെ സിനിമ തിയേറ്ററിലെ അന്തരീക്ഷം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ സിനിമയെ എങ്ങനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. The audience often accepts what they see on the screen as real and becomes emotionally connected to the story. അതായത് സിനിമയിൽ കാണുന്ന കാര്യങ്ങളെ പലപ്പോഴും ഓഡിയൻസ് അവർ അത് റിയൽ ആണെന്ന് രീതിയിൽ അതിനെ സ്വീകരിക്കുകയും ആ ഒരു ക്യാരക്ടേഴ്സുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദിസ് തിയറി ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ഹൗ ഫിലിംസ് ക്യാൻ ഷേപ്പ് പീപ്പിൾസ് ഐഡിയാസ്, ബിലീഫ്സ് ആൻഡ് ഫീലിങ്സ്. അപ്പോൾ ഈ ഒരു തിയറി അതായത് ഈ ഒരു തിയറിയിൽ സിനിമകൾ ആളുകളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും അവരുടെ ഇമോഷൻസിനെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. However, every viewer reacts to a film in the same way because everyone has different experiences and opinions. അതായത് അങ്ങനെയൊക്കെ ആണെങ്കിലും ഓരോ പ്രേക്ഷകനും ഒരേ രീതിയിൽ പ്രതികരിക്കണം എന്നില്ല. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് അപ്പാരറ്റസ് തിയറി എന്ന് പറയുന്നത്. അടുത്തത് മെയിൽ ഗേസ് തിയറിയാണ്. മെയിൽ ഗേസ് തിയറി ഈസ് എ ഫെമിനിസ്റ്റ് ഫിലിം തിയറി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോറ മൾവേ. അപ്പോൾ മെയിൽ ഗേസ് തിയറി എന്ന് പറയുന്നത് ലോറ മൾവേ അവതരിപ്പിച്ച ഒരു ഫെമിനിസ്റ്റ് ഫിലിം തിയറിയാണ്. ഇറ്റ് സേസ് ദാറ്റ് മെനി ഫിലിം ഷോസ് വിമൻ ഫ്രം എ മെയിൽ പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് പല സിനിമകളും സ്ത്രീകളെ പുരുഷൻ്റെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് മെയിൽ ഗേസ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിമൺ ആർ ഓഫൻ പ്രസൻറ്റഡ് ആസ് സബ്ജക്ട്സ് ടു ബി ലോക്ക്ഡ് അറ്റ് വൈൽ മെൻ ആർ ഷോൺ ആസ് ആക്റ്റീവ് ആൻഡ് പവർഫുൾ ക്യാരക്ടേഴ്സ്. അതായത് സ്ത്രീകളെ പലപ്പോഴും നോക്കിക്കാണാനുള്ള ഒരു വസ്തുവായിട്ട്, ഒരു ഒബ്ജക്റ്റായിട്ട് ചിത്രീകരിക്കുമ്പോൾ പുരുഷന്മാരെ ശക്തരായിട്ടുള്ളൊരു ക്യാരക്ടേഴ്സായിട്ടാണ് അവതരിപ്പിക്കുന്നത്. The camera may focus more on a woman's appearance than her personality or actions. അതായത് ക്യാമറ സ്ത്രീയുടെ വ്യക്തിത്വത്തെക്കാൾ, അവളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവളുടെ പേഴ്സണാലിറ്റിനേക്കാൾ കൂടുതൽ അവളുടെ രൂപഭംഗിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ദിസ് തിയറി എൻകറേജസ് ഫിലിം മേക്കേഴ്സ് ടു ക്രിയേറ്റ് സ്ട്രോങ്ങർ ആൻഡ് മോർ ഈക്വൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ സ്ത്രീകളെ ശക്തവും സ്വതന്ത്രവുമായിട്ടുള്ള കഥാപാത്രങ്ങളായി അവതരിപ്പിക്കാൻ ഈ ഒരു സിദ്ധാന്തം സിനിമാ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദിസ് തിയറി എൻകറേജസ് ഫിലിം മേക്കേഴ്സ് ടു ക്രിയേറ്റ് സ്ട്രോങ്ങർ ആൻഡ് മോർ ഈക്വൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഓഡിയൻസസ് റെക്കഗ്നൈസ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഇൻ ഫിലിംസ്. Not all films follow the male gaze, and many modern films present women in more balanced and independent roles. അതായത് സിനിമകളിൽ കാണുന്ന ജെൻഡർ സ്റ്റീരിയോടൈപ്പ്, അതായത് ലിംഗാധിഷ്ഠിത മുൻവിധികൾ തിരിച്ചറിയാൻ ഈ ഒരു തിയറി സഹായിക്കുന്നുണ്ട്. എല്ലാ സിനിമകളും ഈ ഒരു മെയിൽ ഗേസ് പിന്തുടരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ആധുനിക സിനിമകളിൽ സ്ത്രീകളെ കൂടുതൽ ഈക്വാലിറ്റിയോട് കൂടിയിട്ടും ഫ്രീഡത്തോട് കൂടിയിട്ടും അവതരിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അടുത്തത് ഫിലിം സിമിയോട്ടിക്സ് ആണ് പറയുന്നത്. ഫിലിം സിമിയോട്ടിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് സൈൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ഫിലിംസ് ടു ക്രിയേറ്റ് മീനിങ്. ഫിലിം സിമിയോട്ടിക്സ് എന്ന് പറയുന്നത് സിനിമകളിൽ ഉപയോഗിക്കുന്ന സയൻസ്, അതായത് ചിഹ്നങ്ങളെയും പ്രതീകങ്ങളുടെയും ഒക്കെ ഒരു പഠനമാണ് സിമിയോട്ടിക്സ്, ഫിലിം സിമിയോട്ടിക്സ് എന്ന് പറയുന്നത്. Everything in a film, such as colors, music, costumes, camera angles, can communicate ideas without using words. അതായത് സിനിമയിലെ എല്ലാ സാധനങ്ങളും, എല്ലാ ഐറ്റംസും, അതായത് കളേഴ്സ്, നിറങ്ങൾ, വസ്ത്രങ്ങൾ, ലൈറ്റിംഗ്, മ്യൂസിക്, വസ്തുക്കൾ, ക്യാമറ ആംഗിളുകൾ തുടങ്ങിയിട്ടുള്ള സിനിമയിലെ എല്ലാ ഘടകങ്ങൾക്കും വാക്കുകൾ ഉപയോഗിക്കാതെ തന്നെ ആശയങ്ങൾ അറിയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഫിലിം സിമിയോട്ടിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. In semiotics, a sign is anything that carries meaning. The signifier is the object or image we see, and the signified is the idea or meaning behind it. അപ്പോൾ സിമിയോട്ടിക്സിൽ സൈൻ, ചിഹ്നം എന്നത് അർത്ഥം നൽകുന്ന ഒന്നാണ്.
സിഗ്നിഫയർ സൂചകം എന്നത് നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന രൂപമാണ്. സിഗ്നിഫൈഡ് എന്നത് ആ ചിഹ്നം നൽകുന്ന ആശയമോ അർത്ഥമോ ആണ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ റെഡ് റോസ് ക്യാൻ റെപ്രസെൻറ്റ് ലവ്, എ വൈറ്റ് ഡവ് represent peace, dark clouds suggest danger or sadness, and black clouds often symbolize mourning. അതായത് ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഒരു ചുവന്ന റോസ് സ്നേഹത്തെയും വെളുത്ത പ്രാവ് സമാധാനത്തെയും ഇരുണ്ട മേഘങ്ങൾ അപകടത്തെയോ ദുഃഖത്തെയോ അതുപോലെ കറുത്ത വസ്ത്രം ദുഃഖാചരണത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. Film semiotics helps viewers understand hidden meanings and appreciate visual storytelling, although different people may interpret symbols differently. അപ്പോൾ സിനിമയിൽ മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ ദൃശ്യഭാഷയെ കൂടുതൽ ആസ്വദിക്കാനും ഫിലിം സിമിയോട്ടിക്സ് സഹായിക്കുന്നുണ്ട്. എന്നാൽ ഓരോ പ്രേക്ഷകനും ഈ ഒരു സയൻസിനെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്.